നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ഭരണകക്ഷിയുടെ നിലപാട്. അവര് അത് ഇന്ന് തെരുവിൽ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെ 6 മാസം മുമ്പ് നോട്ടീസ് നൽകി ഇന്ന് നടപ്പാക്കിയ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് ജനജീവിതത്തെ സ്തംഭിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമായി പറയുന്നത്. കേരളത്തിൽ ജനങ്ങൾ ഈ സമരത്തിനോ പണിമുടക്കിനോ അനുകൂലമായത് കൊണ്ടല്ല CPM-ന് ഇവിടെ ഇങ്ങനെ ഒരു അരാജകത്വം സൃഷ്ടിക്കുവാൻ സാധിച്ചത്. ഭരണം കയ്യിലുള്ള പാർട്ടി ആ ഭരണത്തിൻ്റെ ബലത്തിൽ ഗുണ്ടായിസവും കയ്യൊക്കുമായി തെരുവിലിറങ്ങി ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയും KSRTC പോലുള്ള പൊതുസ്ഥാപനങ്ങളുടെ മുതലുകൾ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത കാഴ്ചകളും ഇന്ന് കണ്ടു. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് CPM അറിയുന്നില്ല എന്നുള്ളതല്ല, അവർക്ക് അതേ വശമുള്ളൂ എന്നുള്ളതാണ് അവരുടെ പക്ഷം. പക്ഷേ എത്ര നാൾ ഈ കയ്യൂക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? ഇതിലും കയ്യൂക്ക് കാണിച്ചിരുന്ന ബംഗാളും ത്രിപുരയും കൈവിട്ടു പോയപ്പോഴും അവർ അതേ നയം തന്നെയാണ് വീണ്ടും തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന് ഇനി ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്യാനുള്ള ബാല്യമില്ല എന്ന് തന്നെയാണ്. ദേശീയ പണിമുടക്കിനോ കേരളത്തിലുള്ള ഒരു പണിമുടക്കിനോ CPM ആഹ്വാനം ചെയ്താൽ അത് ക്രമസമാധാന പ്രശ്നമുള്ള ഒരു വിഷയമായി മാറുക തന്നെ ചെയ്യും. കാരണം ഇന്ന് ഇടതുപക്ഷം കാണിക്കുന്ന കയ്യൂക്ക് നാളെ അവർക്കെതിരെ ജനങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും. വാളെടുത്തവൻ വാളാൽ തന്നെയാണ്. കയ്യൂക്ക് കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കൊന്നും ജനങ്ങളുടെ സംഘബലത്തിന്റെ ശക്തി അറിയില്ല. അത് അനുഭവിച്ച് തന്നെ അവരറിയട്ടെ. ജയ് ഹിന്ദ്.